മോൻ അമ്മേനെ തലക്കടിച്ചു കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, അപ്പനെ കൊല്ലുന്നു. ബന്ധങ്ങളൊന്നും തിരിച്ചറിയാതെ കൊല തന്നെ കൊല. ആരെ എന്ത് എങ്ങനെ എപ്പോഴോ ഒന്നും നിശ്ചയില്ല, കൊലപാതകം തന്നെ. ഇങ്ങനെയൊരു സംസ്ഥാനത്തിലായിരുന്നു നമ്മൾ ഇത്ര നാളും ജീവിച്ചിരുന്നത്. എന്തെല്ലാം ദുർപ്രവർത്തനങ്ങൾ ഈ മയക്കുമരുന്ന് കാരണം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുന്നു ഓപ്പറേഷൻ തുഫാൻ. എന്തായാലും വളരെയേറെ സ്വീകരിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണത്. ഈ സർക്കാർ ഭരണത്തിലേറ്റപ്പോൾ തന്നെ ഏറ്റവും മുന്നേ നടത്തുന്ന ഈ ഒരു പ്രവർത്തനം, ഈ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ്, ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്ന ഈ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് എന്തായാലും കേരളക്കരയിലെ സ്ത്രീ സമൂഹത്തിന് വലിയൊരു സംഭാവനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് ഒരുപോലെ വ്യാപിച്ചു കിടക്കുന്നുവെങ്കിലും ഏറ്റവും കൂടുതലുണ്ടാവുന്ന പ്രശ്നങ്ങൾ പെരുമ്പാവൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കാരണം അവിടെ ഈ മരത്തിൻ്റെ ബിസിനസ് ആയത് കാരണം ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ അവിടെ പണിയെടുക്കുന്നുണ്ട്. അവരെ ചുറ്റിപ്പറ്റിയാണ് ഇത് ഏറ്റവും കൂടുതൽ വ്യാപകമായിരിക്കുന്നത്. അവിടെ തന്നെയാണല്ലോ നമ്മുടെ ജിഷയെ കൊന്നത്. എത്ര നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു അത്. അതൊക്കെ ചിലപ്പോൾ ഒരു പരിധിവരെ ഒരു നോർമൽ വ്യക്തിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊക്കെ അടിച്ച് പിമ്പിരി ആയിരുന്നിട്ടാവണം ആ വിധത്തിൽ ആ പെൺകുട്ടിയെ ഇല്ലായ്മ ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ നമ്മുടെ മലപ്പുറം വയനാട് ആ ഭാഗത്ത് സുൽത്താൻ ബത്തേരി അവിടെ വയനാട് അവിടെ കഞ്ചാവ് റെഡിന് എന്ന സമയത്താവണം എവിടെ ഒളിപ്പിക്കണമെന്ന് യാതൊരു പിടുത്തില്ല. വേഗം ഒത്തിരി അരി ഇട്ടു, കുക്കറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു, ഈ കഞ്ചാവ് പൊതി അതിൻ്റെ ഉള്ളിലിട്ടു. കുക്കർ വിസിലടിച്ചപ്പോൾ നമ്മുടെ സാർമാർക്ക് മണം മനസ്സിലായി. വേഗം നേരെ ഒരു അടുക്കളയിലേക്ക് ചെന്നു, സാധനം കുക്കറിൻ്റെ അകത്തുനിന്ന് പൊക്കി. എന്തൊരു കഷ്ടമല്ലേ. അപ്പോൾ എല്ലായിടത്തും മുക്കിലും മൂലയിലും ഒക്കെ ഉണ്ട്. എൻ്റെ അറിവിൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എത്രയോ മിടുക്കന്മാരായിട്ടുള്ള ആൺകുട്ടികൾ, പഠനത്തിനൊക്കെ നല്ല മികവ് പുലർത്തി വന്ന കുട്ടികൾ, പ്രത്യേകിച്ചും ആൺകുട്ടികൾ, ഈ മദ്യമല്ല മയക്കുമരുന്ന് അതാണെന്ന് ഏറ്റവും വിപുലമായിട്ട്. മദ്യം അത്ര കണ്ട് കുട്ടികളിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. അവരിൽ മയക്കുമരുന്നുകൾ, പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റാമ്പ്, പിന്നെ ബ്ലേഡ് കൊണ്ട് മുറിച്ചിട്ട് മുറിയിൽ വയ്ക്കുന്ന സംഭവം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഇന്ന് വിപുലമാണ്. കുട്ടികളുടെ ഇടയ്ക്ക് കൊടുക്കാൻ തന്നെ ഓരോ ഗ്യാങ്ങുകളുണ്ട്. പക്ഷേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം, ഈ വക ആളുകളെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവർ ഒരു നോർമൽ വ്യക്തിയെക്കാളും അപ്പുറത്തായിട്ട് മുടിയുടെ കാര്യത്തിലായാലും സ്കിന്നിൻ്റെ കാര്യത്തിൽ, നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്ന് വരെ കണ്ടിട്ട് അവരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ആളുകൾ കുട്ടികളെ റാഞ്ചിക്കൊണ്ട് ഒരു റാക്കറ്റ് പോലെ അവരിലേക്ക് എത്തിപ്പെട്ട് അവരെ അടിമപ്പെടുത്തുകയാണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഈ ഓപ്പറേഷൻ തുഫാൻ ആഞ്ഞടിച്ചുകൊണ്ട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് നല്ലൊരു പ്രത്യാശ ഉണർത്തുന്നൊരു കേരളത്തിന് സംഭാവന ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം നമുക്ക് സമാധാനിക്കാം. നാളെ നല്ലൊരു കേരളം, അത് നമ്മുടെ സ്വപ്നമായിരുന്നല്ലോ, അത് നടപ്പാകാൻ പോകുന്നു ഈ പുതിയ സർക്കാർ വന്നതോടുകൂടി എന്ന് തന്നെ വേണം പറയാനായിട്ട്. എന്തായാലും ഈ ഓപ്പറേഷൻ തുഫാനെ എല്ലാ സ്ത്രീകളും ഹൃദയത്തിലേറ്റി കഴിഞ്ഞു. അപ്പോൾ ഒരു വാട്സപ്പ് നമ്പറുണ്ട്, ആ നമ്പറിലേക്ക് നമ്മൾക്ക് മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്യുമ്പോൾ അവർ നമ്മൾ പോലും അറിയാതെ ആ ടീമിനെ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ആ നമ്പർ ആവശ്യമുള്ളവർക്ക് ഞാൻ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തരാം കേട്ടോ. അപ്പോൾ ആ വാട്സപ്പ് നമ്പർ എല്ലാവരും സ്വന്തം ഡയറിയിൽ എഴുതി വയ്ക്കുക. ആവശ്യം വരുന്നപ്പോൾ അപ്പോൾ അത് വിനിയോഗിക്കുക.